ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അബായയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇപ്പം നബിദിനമൊക്കെ അല്ലേ വരുന്നത്. നബിദിനത്തിന് കുഞ്ഞുങ്ങൾക്ക് തയ്ച്ചു കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി അബായയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോ ആദ്യം നമുക്ക് ബോഡി പാർട്ടും സ്കർട്ട് പാർട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് ഷോൾഡർ ഇവിടെ 6 അടയാളപ്പെടുത്തി, കൈക്കുഴി ഇവിടെ 6 അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ലെങ്ത് നമ്മളിവിടെ 12 ആണ് എടുത്തിരിക്കുന്നത്. കൈക്കുഴിയുടെ സൈഡ് ഭാഗം നമ്മൾ ഒരു അര ഇഞ്ച് കയറ്റിയിട്ടിട്ട് 11.5 അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അവിടെ ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുത്ത് അതായത് ഇതുപോലെ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ബ്രസ്റ്റ് അളവ് നമ്മൾ 8 ആണ് എടുത്തിരിക്കുന്നത്, ഷേപ്പ് 7 എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിനി സ്കർട്ട് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഷോൾഡർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്യുന്നില്ല, ഫ്രണ്ട് നെക്ക് മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. നെക്ക് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. നെക്കിൻ്റെ ലെങ്ത് നമ്മളിവിടെ 4.5 എടുത്തിരിക്കുന്നത്. 4.5 എടുക്കാം. ഇവിടെ 4 ഞാൻ 4.5 എടുത്തിരിക്കുന്നത്. വിഡ്ത്ത് 1.25 എടുത്തിട്ടുണ്ട്. ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ടത് കട്ട് ചെയ്തെടുക്കുക. വരച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നു. ചെറിയൊരു ഓപ്പണിങ് കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിൽ, അത് പ്രസ് ബട്ടൺ പിടിപ്പിക്കാം നമുക്കത്. എന്നിട്ട് നമുക്ക് ഇനി സ്കർട്ട് പാർട്ട് കട്ട് ചെയ്യാം. സ്കർട്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ലെങ്ത് നമുക്ക് ഫുൾ ലെങ്ത് നമുക്ക് 37 ആണ് വേണ്ടത്. അതിൽ നിന്നും 12 കുറച്ചിട്ട് നമുക്കിവിടെ എടുക്കണം. നമുക്ക് 27 ആണ് നമ്മളിവിടെ എടുക്കുന്നത്, എന്ന് വെച്ചാൽ തയ്യൽ തുമ്പും കാര്യങ്ങളൊക്കെ പോയിട്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് മടക്കി ഇടുമ്പോഴും ഒരു 37 വരാൻ പാകത്തിന് എടുത്തിട്ട് വേണം ഇത് മടക്കാൻ കിട്ടാൻ പാകത്തിന് വേണം എടുക്കാനായിട്ട്. അപ്പോൾ 1.5 മീറ്റർ അല്ല, ഒരു 1.25 വേണം നമുക്കിവിടെ സ്കർട്ട് പാർട്ടിന് എടുക്കാനായിട്ട്. അത് നമുക്കിതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് പിന്നെ കോണോട് മടക്കിയിട്ട് നമുക്കിവിടെ ഷേപ്പിൻ്റെ അവിടുത്തെ അളവ് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. 7.5 അതിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴേക്ക് നമുക്ക് ലെങ്ത് പിടിക്കാം. 27 ആണ് നമുക്കിവിടെ വേണ്ടത്. അത് നമുക്കിവിടെ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡ് മാത്രം ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് മുകളിൽ നിന്നും ആ കോൺ വരുന്ന ഭാഗത്ത് നിന്നും താഴേക്ക് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അവിടെ 37 ആണ് കിട്ടുന്നത്. ആ കോൺ വയ്ക്കുന്നിടത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് താഴേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആ 37 അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ നമുക്കത് ഫുള്ളായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ഇത് കണ്ടോ, ഫുള്ളായിട്ട് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അത് ഫുള്ളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഫുള്ളായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താണ്. ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. മുകൾ ഭാഗം നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ബാലൻസ് വരുന്ന മെറ്റീരിയലിൽ നിന്നും നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കാറുണ്ട്. ഫ്രണ്ടിൽ ഒരു ഓപ്പണിംഗ് പോലെ വരുന്നത് നമുക്ക് എടുക്കണം. അതിന് ഇതുപോലെ മെറ്റീരിയൽ ഒന്ന് ഇടുക. ശേഷം നമുക്ക് ആ കട്ട് ചെയ്ത മെറ്റീരിയലിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക നമുക്ക്. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇട്ടിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ല, അതാണ് ഞാൻ തിരിച്ചിട്ടത്. ഇപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. എന്നിട്ട് നമുക്കത് ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം വെച്ച് കൊടുത്തിട്ട് ഇവിടെ ഒരു കോൺ പോലെ വരും, അവിടെ എല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഫുള്ളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ മുകൾ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്യാം ആദ്യം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്യാം. ഞാനിവിടെ അത് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെ നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഫുള്ളായിട്ട് നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൽ ഒരു പടി പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ഞാനൊരു ഗോൾഡിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്, അബായയുടെ മെറ്റീരിയൽ തന്നെയാണ്. അത് നമുക്കിതുപോലെ ഒന്ന് മടക്കുമ്പോൾ 2 കിട്ടാൻ പാകത്തിന് എടുക്കണം. അപ്പോൾ ഒരു 4 ഇഞ്ചോളം നമുക്കിവിടെ ഇതുപോലെ എടുക്കാം. അങ്ങനെ കട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് സ്ലീവിലും ഫ്രണ്ടിൽ ഓപ്പൺ കൊടുത്തിട്ടുണ്ടല്ലോ അവിടെയും നമ്മൾ ഇതാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ഭംഗി വരും. നമ്മൾ ഒരേ അളവിൽ ഇപ്പോൾ 3 പീസ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് 3 പീസ് ആവശ്യം വരുന്നില്ല. സ്റ്റിച്ച് ചെയ്ത് തന്നപ്പോഴത്തേക്കും 3 പീസിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ ഞാനിവിടെ കട്ട് ചെയ്തപ്പോൾ 3 പീസ് കട്ട് ചെയ്തു.
അങ്ങനെ അളവുകളെല്ലാം അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ. അതുകൊണ്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒരു പീസ് കട്ട് ചെയ്തു, അടുത്ത പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഫുള്ളായിട്ട് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്യുന്നതിന് ശേഷം നമുക്ക് പിന്നെ ഞാനിവിടെ സ്ലീവ് കട്ട് ചെയ്യുന്ന ഇവിടെ കാണിച്ചില്ല. നമുക്ക് സ്ലീവ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ ഇത് നമുക്ക് ബാക്കിലേക്ക് ഒരു ഡോറ് കൊടുക്കുന്നുണ്ട് കെട്ടാൻ പാകത്തിന്. അത് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ. അതിനുശേഷം നമുക്ക് ഈ ഫ്രണ്ട് നെക്ക് ഇതുപോലെ എടുത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് ഉള്ളിലേക്ക് അടിച്ചു മറിക്കാനുള്ള മെറ്റീരിയൽ ഇവിടെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് ഇച്ചിരി വീതിക്ക് തന്നെ നമ്മളത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് നമ്മൾ ലോക്ക് ചെയ്യുകയാണ്. ലോക്ക് ചെയ്തിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ബാക്കിലേക്കും നമ്മളോട് ഒരു പടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിൽ നെക്കിലേക്ക് അടിച്ചു മറിക്കാനുള്ളതാണത്. സ്ലീവ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 15 ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്. ഇതും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 15 ഇഞ്ച് ലെങ്ത് കിട്ടണം. ആ രീതിക്കാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം എല്ലാം ചെയ്തു. ഇവിടെ ലോക്കൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്കിലേക്ക് അടിച്ചു മറിക്കാനുള്ള മെറ്റീരിയൽ നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഇതുപോലെ നമുക്ക് ആദ്യം ഇങ്ങനെ ഫ്രണ്ട് പീസിൽ നമുക്ക് ഇതുപോലെ ഇതൊന്ന് വെച്ച് അടിച്ച് മറിച്ച് കൊടുക്കണം. ഇതുപോലെ വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതി. ഫ്രണ്ടിലത്തെ സ്കർട്ട് പാർട്ടിൽ ഫ്രണ്ടിൽ വരുന്നുണ്ട്, സ്ലീവിലും വരുന്നുണ്ട്. അത് ഫുള്ളായിട്ട് നമുക്കിവിടെ അടിച്ചെടുക്കാം. സ്ലീവ് രണ്ടുമാണ് നമ്മളിപ്പോൾ അടിച്ചേക്കുന്നത്. എന്നിട്ട് അത് പുറത്തേക്ക് വെച്ചിട്ട് ബ്ലാക്ക് പീസിൽ നമ്മളൊരു സ്റ്റിച്ചിങ് പുറത്തൂടെ പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കും. ഇനി നമുക്ക് ഫ്രണ്ടില്ലാത്ത ആ പീസിലും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഓവർലോക്ക് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ പുറത്തുകൂടി ഒരു സ്റ്റിച്ചിങ് കൂടി കൊടുക്കുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ 2 പീസിൻ്റെ ആവശ്യം വരുന്നുള്ളൂ, 1 പീസിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ 3 പീസാണ് കട്ട് ചെയ്ത് വെച്ചത്. എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ലോക്കൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പുറത്തുകൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ബ്ലാക്കിൽ കൂടി മാത്രം നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്കൊന്ന് അടിച്ച് മറിച്ചെടുക്കണം. നെക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ബോഡി പാർട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ഫ്രണ്ട് പാർട്ട് എടുത്ത് വെച്ച് കൊടുക്കുക, നെക്ക് എടുത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് പ്രസ് ബട്ടൺ സ്റ്റിച്ച് ചെയ്യാനുള്ളത് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് സൂചി നിർത്തിയിട്ട് വീണ്ടും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നെക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുത്തിട്ട് എൻഡ് വരെ കൊത്തിട്ട് കൊടുക്കാം. എന്നിട്ട് നെക്ക് ഫുള്ളായിട്ട് ഇതുപോലെ കൊത്തിട്ട് കൊടുക്കുക. എന്നിട്ടത് നമുക്ക് മറിച്ചെടുത്തിട്ട് ആ കോൺ വരുന്ന ഭാഗങ്ങളെല്ലാം കറക്റ്റാക്കി കൊടുക്കുക. കറക്റ്റാക്കി കൊടുത്തിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇതാന്നിട്ട് നമുക്ക് ഇതുപോലെ യോക്ക് പാട്ട് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് യോക്ക് പാട്ടിൻ്റെ താഴ്ഭാഗം കേട്ടോ, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒരു പീസ് സെൻറ്റർ ഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് അടുത്ത പീസും ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് അതും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് സെൻറ്റർ ഭാഗത്ത് തന്നെ അത് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ എന്നിട്ട് നമ്മൾ അമ്പർല ആയിട്ട് 2 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കർട്ട് പാർട്ടായിട്ട്. അത് ഇതുപോലെ ഫ്രണ്ട് പാർട്ടിൽ ഒരെണ്ണം എടുത്ത് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ സെൻറ്റർ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ടത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്ക് പീസിലെ യോക്ക് പാർട്ടും സ്കർട്ട് പാർട്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സെൻറ്റർ ഭാഗം നോക്കുക, സെൻറ്റർ ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും മറിച്ചിട്ടിട്ട് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി അടുത്ത അറ്റം വരെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ 2 സ്റ്റിച്ചിങ്ങും ആയിക്കോളും, കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടുകയും ചെയ്തോളും. അതിനുശേഷം ബാക്ക് പാർട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പാർട്ട് എടുത്ത് വെച്ച് കൊടുക്കുക, ഷോൾഡർ ഭാഗം. അപ്പോൾ അതിൽ ഈ പടി ഇങ്ങനെ വെച്ച് കൊടുക്കണം. അത് കഴിയുമ്പോൾ ഈ പടിയും കൂടി ഇവിടെ വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് എടുക്കാം. ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഷോൾഡർ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ആദ്യം ബാക്ക് പാർട്ട് വയ്ക്കുക, അതിൻ്റെ മുകളിൽ ഫ്രണ്ട് പാർട്ടിൻ്റെ ഷോൾഡർ വയ്ക്കുക. എന്നിട്ട് ആ പടി ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുത്ത് വയ്ക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുത്ത് വെച്ചിട്ട് അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് അടിച്ചു മറിക്കുന്നതാണിത്. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് അടിച്ചിട്ട് എടുക്കാം. ഷോൾഡറിൻ്റെ ഒരു സൈഡാണ് നമ്മൾ അടിച്ചത്. അടുത്ത സൈഡും വരുമ്പോഴത്തേക്കും ഫ്രണ്ട് പാർട്ടിൽ നെക്ക് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ അടുത്ത ഷോൾഡർ സൈഡും വരുമ്പോഴത്തേക്കും ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് മറിച്ചിട്ടിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് നെക്കിലേക്കാണ് ആ പടി വരുന്ന ഭാഗത്തിന് വെച്ച് കൊടുത്തിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ എൻഡ് വശവും നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ബാക്കിലേക്ക് വെച്ച് കൊടുത്ത് എൻഡ് ഭാഗത്ത് നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആം ഹോളും പിന്നെ സ്ലീവും കൂടി കറക്റ്റായിട്ട് വയ്ക്കുക. അതിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ വെച്ചെടുത്തിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും എടുത്ത് വെച്ച് കൊടുക്കുക. എടുത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്കത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡിലും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
എന്നിട്ട് അബായയുടെ 2 സൈഡും സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് സ്ലീവിൻ്റെ താഴ്ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ചിട്ട് അരികെ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് കുറച്ച് എത്തുമ്പോഴത്തേക്ക് നമ്മൾ സ്ലീവ് വെച്ച് ഷേപ്പ് ചെയ്ത് കൊണ്ടുവരണം. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് യോക്ക് പാർട്ടിൻ്റെ എൻഡ് എത്തുമ്പോഴത്തേക്കും നമുക്കിതുപോലെ ഡോറ് വെച്ച് കൊടുക്കാം. ബാക്കിലേക്ക് വെച്ചിട്ടായിട്ട് അത് വെച്ച് കൊടുത്ത് നമുക്കത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 3 പീസും കൂടി ഒരുമിച്ച് വെച്ചിട്ട് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്താൽ ഫ്രണ്ടിൽ 2 പീസും ബാക്കിൽ 1 പീസും അങ്ങനെ അത് ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അബായയുടെ താഴ്ഭാഗം ലെവൽ ചെയ്തിട്ട് സിക്സാക് സ്റ്റിച്ചിങ്ങിനാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് ബീഡ്സും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്നും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ബീഡ്സ് പഞ്ച് ചെയ്യുന്ന വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലോക്ക് ചെയ്യുന്നതും ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോയി കാണുക. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കൊരു അടിപൊളി അബായ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും ഈ നബിദിനത്തിൽ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.